അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇനി വരുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നെയായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസിനായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ്. ഓക്കെ, 2025 ഏപ്രിൽ 22 ജമ്മു കശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് ഭീകരാക്രമണം നടന്നു. ഇത് വായിക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും? വർഷം കണ്ടെത്താം അല്ലേ? അതുപോലെ മാസവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏത് പ്ലേസിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഈ വായിച്ചത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജമ്മു കശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് ഭീകരാക്രമണം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ആക്രമണം നടന്നത്? ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത്. അത് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ വർഷം കൊടുത്തിട്ടുണ്ട് 2025 ഏപ്രിൽ 22. ഒരിക്കലും മറക്കരുത്, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ ഏത് വർഷം അല്ലെങ്കിൽ ഏത് മാസം ഏത് ഡേറ്റിൽ, ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്കിതിന്ന് പഠിക്കാം. അപ്പോൾ 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്താണ് ഭീകരാക്രമണം നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 26 പേര്. 26 പേരാണ് കൊല്ലപ്പെട്ടത്. അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോവരുത്. 26 പേരാണ് കൊല്ലപ്പെട്ടത്. അതും ഓർത്ത് വയ്ക്കുക. പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ 2 ഭീകര സംഘടനകളാണ് പ്രവർത്തിച്ചത്. ലഷ്കർ-ഇ-ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ 2 ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യയും വേഴ്സസ് പാകിസ്ഥാനും തമ്മിലുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ മുംബൈ ഭീകരാക്രമണം, ഇതിനെല്ലാം പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ ആക്രമണത്തിന് പിന്നിലും ഇവർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 ഭീകര സംഘടനകളുടെയും പേര് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലഷ്കർ-ഇ-ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമ്മൾ ഇത്രയും വായിച്ചതിന് എന്തൊക്കെ നമുക്ക് മനസ്സിലായി? 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്നുള്ള സ്ഥലം നോട്ട് ചെയ്യുക. ഈ സ്ഥലത്താണ് ഭീകരാക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? 26 പേര്. മറക്കരുത്, 26 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ-ഇ-ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നീ പേരുള്ള ഭീകര സംഘടനകളാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കും, അത് നമുക്ക് ഉറപ്പാണ്. തൊട്ടടുത്ത മാസത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. എങ്ങനെ? 2025 മെയ് 7 7-ാം തീയതിയാണ്. ഓക്കെ, 7-ാം തീയതിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു പ്രൊജക്റ്റിന് ഇന്ത്യ ഒരു പേര് നൽകി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഓപ്പറേഷന് പേരിട്ടത്. എന്തായിരുന്നു അതിൻ്റെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ ടോപ്പിക് അതാണ്, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഇന്ത്യ ഇതിന് ശക്തമായൊരു തിരിച്ചടി ആയിട്ട് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പ്രൊജക്റ്റ് നടപ്പിലാക്കി. ഓക്കെ, ഇതിൽ ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാ ത്രിസേന പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ആർമി, നേവി, എയർഫോഴ്സ് നമ്മുടെ 3 ടീമും കൂടി ചേർന്നിട്ടാണ് ഇതിനെതിരെ തിരിച്ചടിച്ചത്. ഇവർ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടിയിട്ടാണ് തിരിച്ചടിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജമ്മു കാശ്മീരിൽ വന്നിട്ട് 26 പേരെയും കൊലപ്പെടുത്തിയതിന് ഇന്ത്യ അന്നേരം തന്നെ തൊട്ടടുത്ത മാസത്തിൽ തന്നെ അധികം ദിവസങ്ങളില്ലാതെ തന്നെ തിരിച്ചടിച്ചു. ഓക്കെ, അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്?
പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. 100-ൽ കൂടുതലായ ഭീകരർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് എന്തൊക്കെ മനസ്സിലായേ? പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ലക്ഷ്യമാക്കിയത്. എത്ര ക്യാമ്പുകളാണ്? 9 ക്യാമ്പുകൾ. അപ്പോൾ 25 മിനിറ്റ് ഓർത്ത് വെക്കുക. 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. അപ്പോൾ ഇന്ത്യ ഏത് രീതിയിലാണ് തിരിച്ചടിച്ചത്? കൂടുതലായിട്ടും ആകാശത്തിലൂടെയാണ്. അപ്പോൾ വ്യോമാക്രമണമാണ് ഇന്ത്യ കൂടുതലും ഇതിനെതിരായിട്ട് നടത്തിയത്. ഓക്കെ, ഒരു മിന്നലാക്രമണമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഐഡിയയും കൂടാതെ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം, ഒരു മിന്നലാക്രമണമാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത്. ശബ്ദം കൂടാതെ നടന്ന ഒരു ആളില്ല വലിയ യുദ്ധമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ? പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയിട്ട് 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. അപ്പോൾ ഇതിൽ 9 ഭീകര ക്യാമ്പുകൾ എന്നും 25 മിനിറ്റിനുള്ളിൽ തന്നെയാണെന്നുള്ള കാര്യവും വ്യോമാക്രമണമാണ് നടത്തിയെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൽ 100-ൽ കൂടുതലായ ഭീകരരാണ് കൊല്ലപ്പെട്ടത്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ സ്ട്രൈക്കിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്ത 2 യുദ്ധവിമാനങ്ങളാണ് റാഫേൽ, മിറാജ് 2000. അപ്പോൾ നമ്മുടെ വ്യോമസേന തിരിച്ചടിക്കാനായിട്ട്, ആക്രമണത്തിനായിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്ത 2 ഫൈറ്റർ ജെറ്റ്സ് ആണ് മിറാജ് 2000, റാഫേൽ. അതുപോലെ തന്നെ സ്കാൽപ്പ് എന്ന് പറഞ്ഞൊരു മിസൈലും ഇന്ത്യ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? സ്കാൽപ്പ് SCALP, സ്കാൽപ്പ് ഇതൊരു സ്റ്റോം ഷാഡോ മിസൈലാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതൊരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. സ്കാൽപ്പ് ബോംബിൻ്റെ റേഞ്ച് എത്രയാണ്? ഇതൊരു ബോംബാണെന്ന് മനസ്സിലാവും. അപ്പോൾ സ്കാൽപ്പ് എന്ന് പറഞ്ഞത് ഒരു മിസൈലാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 250 മുതൽ 560 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. അത്രയും കിലോമീറ്റർ വളരെ വേഗത്തിൽ ഇതിന് പോകാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു സാധാരണ ബോംബല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഒരു പിൻ പോയിൻ്റ് അക്യൂറസിയിൽ ടാർഗറ്റ് ചെയ്ത് മുന്നറിയിപ്പില്ലാതെ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. അതാണ് സ്കാൽപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ, വേറൊരു പ്രത്യേകത എന്താ? ഈ ബോംബ് ഉപയോഗിക്കുമ്പോൾ വിമാനം ശത്രുവിൻ്റെ റാഡർ കാഴ്ചപ്പാടിൽ നിന്നും അകലെ നിൽക്കാൻ പറ്റും. ഈ സ്കാൽപ്പ് മിസൈൽസ് മെയിൻലി റാഫേൽ ഫൈറ്റർ ജെറ്റിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്കാൽപ്പ് എന്താണ്? ഒരു ബോംബാണ്, മിസൈലാണ്. ഇത് മെയിനായിട്ടും എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? റാഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റർ ജെറ്റിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചല്ലേ ഈ സ്കാൽപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. സ്കാൽപ്പ് മാത്രമല്ല കേട്ടോ, ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മിസൈൽ കൂടി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ ആകാശ്, ഓസ AK, പെച്ചോറ പോലുള്ള ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ വലിയ പങ്ക് വഹിച്ചു. എയർ ഡിഫൻസ് ആയിട്ട് ഏതൊക്കെ ആയുധങ്ങളാണ് ഇവിടെ വ്യോമസേന യൂസ് ചെയ്തത്? ആകാശ്, OSA AK, പെച്ചോറ പോലുള്ള ആയുധങ്ങളാണ് ഇവിടെ വലിയ പങ്ക് വഹിച്ചത്. ആർമി വഴി റോ, പാരാ SF എന്നിവയുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചും നേവി വഴി മാരിടൈം കോർഡിനേഷൻ നടപ്പാക്കി. റോ എന്ന് പറയുന്നില്ലേ, അതെന്താണ്? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് റോ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതാണ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആകെ മിഷന് നേതൃത്വം നൽകിയത് CDS ജനറൽ അനിൽ ചൗഹാൻ ആയിരുന്നു. CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറയും. അതിൻ്റെ മേധാവിയായ ജനറൽ അനിൽ ചൗഹാനാണ് ഈ ഒരു മിഷന് നേതൃത്വം നൽകിയത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. CDS മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. നെക്സ്റ്റ്, ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയായതിനു ശേഷം ഭീകര നേതാവായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു. ആരാണ് കൊല്ലപ്പെട്ടത്? അബ്ദുൾ റൌഫ് അസർ എന്ന ഭീകര നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തു.
പാകിസ്ഥാൻ ചെയ്ത റിറ്റാലിയേഷൻസ് ഇന്ത്യ വിത്തിൻ 8 hours എന്തായി നിഷ്പ്രഭമാക്കി എന്നും പറയുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫൻസ് ഷെയർസ് വളരുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ആൻറ്റി ടെറർ നിലപാട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്താണ് മാറ്റം ഉണ്ടായത്? ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫൻസ് ഷെയർ വളരുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ആൻറ്റി ടെറർ നിലപാട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം നിങ്ങൾ ഇത്രയും തിയറി പോലെ പഠിച്ച് വെച്ചാലും നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ അത്രയും തിയറി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ പോയിന്റ് ഔട്ടായിട്ട് ഓരോന്നും എഴുതി വെക്കാം. അടുത്തത് എന്താണ് ഈ ന്യൂ ഇന്ത്യൻ ഡോക്ട്രിൻ? എന്താണ് നോക്കിയാലോ. നോ ഫസ്റ്റ് യൂസ് ബട്ട് സ്ട്രോങ് റെസ്പോൺസ്. അതിനർത്ഥം എന്താ? ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ സാമാന്യ യുദ്ധം കൂടാതെ കൃത്യമായ തിരിച്ചടി നൽകുന്നതിനെ രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായ നടപടിയെയുമാണ് ന്യൂ ഇന്ത്യൻ ഡോക്ട്രിൻ എന്ന് നമ്മൾ പറയാം. മുൻപ് ഇന്ത്യക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് എന്തായിരുന്നു? ആരും നമ്മളെ ആക്രമിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളെ ആരും എതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെയും ആക്രമിക്കില്ല. ഈ ഒരു നിലപാട് ഉണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ പുതിയൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതെന്ത് സമീപനമാണ്? നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ ആക്രമിക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു നിലപാട് മാറ്റിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ പുതിയൊരു സമീപനത്തോടാണ് അടുത്തിരിക്കുന്നത്. മുൻപ് എങ്ങനെയായിരുന്നു? ആരും നമ്മളെ ആക്രമിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളെ ആരും എതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെയും ആക്രമിക്കില്ല എന്ന് ഉറച്ച നിലപാടോട് ഉണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ പുതിയൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ ആക്രമിക്കാൻ പോലും തയ്യാറാണ്. അതുപോലെ ഇനി സൈനിക പ്രതിരോധം മാത്രമല്ല, ആവശ്യം വന്നാൽ ആക്രമണാത്മകമായി പ്രതികരിക്കുകയും ചെയ്യും എന്ന നിലപാടോടുകൂടി ഇന്ത്യ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തിൻ്റെ ബേസിലായിരിക്കും? 2016 സർജിക്കൽ സ്ട്രൈക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 2016 ഉറിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന സർജിക്കൽ സ്ട്രൈക്ക്. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ സൈന്യം എത്തി നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അതുപോലെ 2019 ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു അറ്റാക്കിങ്, ഈ ഒരു സ്ട്രൈക്ക് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. 2016 ഒരു മേജർ സ്ട്രൈക്കായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. അതും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ തിരിച്ചടി നൽകാനായിട്ട് 2016 ഭീകര ക്യാമ്പുകൾ തകർത്തു. 2019 ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് ബോംബിട്ടു. അത് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇങ്ങനെ ഇന്ത്യ ഈ ഒരു സമീപത്തോടെ അടുക്കാനുള്ള കാരണമൊക്കെ ഇതൊക്കെയാണ്. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ആവശ്യം വന്നാൽ ആദ്യം തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് തന്ത്രപരമായ ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പുതിയ ഇന്ത്യയുടെ ഒരു ശക്തമായ ഭീകരവിരുദ്ധ നിലപാടാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. തിയറി ആയിട്ടോ പോയിന്റ് ആയിട്ടോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന തരത്തിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു ജല കരാർ, അത് മരവിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു ജല കരാർ 1960 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറാണ് എന്ന് എല്ലാവർക്കും അറിയാണ്ടാവും. 1960 ഈ കരാർ ഒപ്പുവെച്ചത്. ഇതിന് ഇൻ്റർമീഡിയറി ആയിട്ട് നിന്നിരുന്നത് വേൾഡ് ബാങ്കാണ്. ലോക ബാങ്കാണ് ഇതിൻ്റെ മധ്യസ്ഥ സ്ഥാനം വഹിച്ചത്. ഇന്ത്യക്ക് ബിയാസ്, രവി, സത്ലജ് എന്ന 3 നദികളുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളും, അതുപോലെ പാകിസ്ഥാന് ഇന്ത്യയിലെ ഇൻഡസ്, ജലം, ചെനാബ് എന്നിവയിലേക്കുള്ള ജലാവകാശവുമാണ് ഈ കരാറിൻ്റെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? 1960 ഇതിൻ്റെ കരാർ ഒപ്പുവെച്ചതെന്നും ഇൻ്റർമീഡിയറായി നിന്നത് വേൾഡ് ബാങ്കാണെന്നും ഇന്ത്യക്ക് ബിയാസ്, രവി, സത്ലജ് ഈ 3 നദികളുടെ പൂർണ്ണ നിയന്ത്രണവും പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്, ജലം, ചെനാബ് ഈ 3 നദികളുടെയും
ആ ജലത്തിൻ്റെ അവകാശമാണ് ഈ കരാറിൻ്റെ വിധി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 1960 സെപ്റ്റംബർ 19 ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ എഫക്റ്റ് ചെയ്തു എന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഒരു കരാറ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞു. കാരണം എന്താ? പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ തന്ത്രപരമായിട്ടുള്ളൊരു നിലപാട് ഘടിപ്പിച്ചു. ആ നിലപാട് എന്തായിരുന്നു? പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രിയും ജലവകുപ്പും കൂടി ചേർന്നിട്ട് ഒരു കാര്യം വ്യക്തമാക്കി. അതിങ്ങനെയായിരുന്നു: നദികളുടെ ജലവും ഇനി രക്തമാകരുത്, നമുക്ക് അവകാശമുള്ള ജലം നമ്മുടെ രാജ്യത്തിനായി ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ എടുത്ത പ്രധാന നടപടി എന്തൊക്കെയായിരുന്നു? ഇൻഡസ് വാട്ടർ ട്രീറ്റി വീണ്ടും വിലയിരുത്തുമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രവി നദിയിലെ തടയണ പദ്ധതികൾക്ക് വേഗം കൂട്ടി. ചെനാബ് നദിയിലെയും ജലസംഭരണ പദ്ധതികൾ പുനരാരംഭിച്ചു. ജലനിർത്താനുള്ള ന്യൂ ഡാമുകളും കനാലുകളും എന്നിവ വികസിപ്പിച്ചു. ഇത്രയും നടപടികളാണ് ഇന്ത്യ പ്രധാനമായിട്ടും എടുത്തത്. ഇങ്ങനെ നടപടി സ്വീകരിച്ചപ്പോൾ പാകിസ്ഥാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇന്ത്യ കരാർ ലംഘിക്കുന്നു എന്ന് ആരോപിച്ച് ലോകബാങ്ക്, ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര ജലവിഭാഗങ്ങൾ എന്നിവയെ സമീപിച്ചു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എന്നിട്ട് അതിനെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളൊക്കെ കിട്ടാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്